ക്യാമറ ഓൺ ചെയ്യാട്ടോ. ഇനി ആരും ഓഫ് ചെയ്തിരിക്കണ്ട. യെസ്. അപ്പോ ഇന്നത്തെ റിവിഷൻ നമ്മുടെ കെമിസ്ട്രി ആണെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, പുതിയ കാര്യമൊന്നും അല്ലല്ലോ, എല്ലാവർക്കും അറിയാം. യെസ്. അപ്പൊ നമ്മള് 3rd ചാപ്റ്റർ ആണ് ഇന്ന് മിസ് റിവിഷൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആദ്യം തന്നെ ചെറിയൊരു സമ്മറി കൊടുത്ത് തുടങ്ങിയാലോ? യെസ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ എല്ലാവരും? ഒരു ടാറ്റ കാണിച്ച് തന്നിട്ട് തുടങ്ങാം എല്ലാവരും. ഓക്കെ, ഒരു ചെറിയ പ്രെയർ എടുത്തിട്ട് തുടങ്ങാം. അപ്പോ ഒരു ചെറിയ പ്രെയർ എടുക്കാം. കണ്ണുകളടയ്ക്കുക, ക്ലോസ് യുവർ ഐസ് മക്കളെ. ആൻഡ് ആദ്യം തന്നെ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള നിങ്ങളുടെ ദൈവത്തിനെ തന്നെ മനസ്സിൽ വിചാരിക്കുക. ഇന്നത്തെ ക്ലാസ്, ഇന്നത്തെ റിവിഷൻ ക്ലാസ് അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റണേ, ഇന്നത്തെ എക്സാം അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റണേ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുക. ആൻഡ് ഇന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ കട്ടായിട്ട് തന്നെ കിട്ടണേ, ഇന്നത്തെ ഈ ചാപ്റ്റർ ഇന്നത്തോടു കൂടി തന്നെ ക്ലിയർ ആയിട്ട് കിട്ടണേ എന്നും കൂടെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക. നിങ്ങളുടെ പാരൻസിനെയും കൂടെ വിചാരിക്കുക, അവരോടും ഒരു ബിഗ് താങ്ക്സ് പറയാം ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് തരുന്നതിന്. ആൻഡ് അവരോടും എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി സോറിയും മനസ്സിൽ വിചാരിക്കാം മക്കളെ. ഒരു ചെറിയ മെഡിറ്റേഷൻ എടുത്തിട്ട് തുടങ്ങാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇനി പയ്യെ കണ്ണുകൾ തുറക്കുക വിത്ത് ബ്യൂട്ടിഫുൾ സ്മൈൽ മക്കളെ. യെസ്. അപ്പൊ ആ സ്മൈൽ ഇന്ന് ഫുൾ ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് കുറച്ചു നേരം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ക്ലാസ്സിന്റെ ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറി പറയാൻ പോണേ. എങ്ങനെയാണ് ഈ ചാപ്റ്റർ ഓവറോൾ എങ്ങനെ ഇരിക്കുന്നു ഈ ചാപ്റ്റർ എന്നൊക്കെ നമുക്കൊന്ന് ഓർത്തു വെക്കാം അല്ലെ, ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഈ ചാപ്റ്ററിന്റെ നെയിമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. അപ്പൊ ചാപ്റ്റർ ആറ്റംസിനെയും മോളിക്യൂൾസിനെയും പറ്റി പറയുന്നതാണ്. ആദ്യം നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകളുടെ ഫോട്ടോസ് ഒക്കെ ഓർമ്മ വരും, എങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങിയെന്ന്. ഓർമ്മ വരുന്നുണ്ടോ അത്? കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അയാളിൽ നിന്നാണ് തുടങ്ങിയത്. ഫിലോസഫേഴ്സ് അല്ലെ, നമ്മൾ സയന്റിസ്റ്റിൽ നിന്നല്ല തുടങ്ങിയത്, ഫിലോസഫേഴ്സിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോ കുറച്ച് ഇന്ത്യൻ ഫിലോസഫേഴ്സിന്റെയും ഗ്രീക്ക് ഫിലോസഫേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണു. ഇനി ഞാൻ പിക്ചർ കാണിക്കുമ്പോൾ ഓർമ്മ വരും. ഓക്കെ, ഇതാരായിരുന്നു? മഹാരിഷി കനാദ്. ഓക്കെ, മഹാരിഷി കനാദ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാണ് ക്ലാസ് തുടങ്ങിയത് തന്നെ. ഓക്കെ, മഹാരിഷി കനാദിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ആദ്യം തന്നെ നമ്മുടെ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആറ്റം എന്താണെന്ന് ഇത്രയും വർഷങ്ങൾക്ക്, ഇത്രയും കുറെ സെഞ്ചുറീസിന് മുന്നേ തന്നെ മഹാരിഷി കനാദാണ് സ്റ്റാർട്ട് ചെയ്തത്. ആറ്റം എന്താണെന്ന്. ആറ്റത്തിന് പേരെന്ന് കൊടുത്തത് പരമാണു അല്ലെങ്കിൽ പരമാണു എന്നുള്ളൊരു സാൻസ്ക്രിറ്റ് വേർഡ് ആയിരുന്നു അല്ലെ, ആറ്റം എന്നായിരുന്നില്ല പറഞ്ഞത്. സോ ഈ ഒരു വേർഡിൽ നിന്നാണ് നമ്മളെ ഫുൾ കെമിസ്ട്രി തന്നെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറയാം. ഓക്കെ, ആറ്റം എന്ന് പറയാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മഹാരിഷി കനാദിന്റെ ആ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഒന്ന് ഓർത്തു വെക്കുക. അതായത് ഏതൊരു പാർട്ടിക്കിൾ, ഏതൊരു മാറ്റർ ആയാലും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയാൽ ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തെത്തും. അതിനെ നമ്മൾ എന്ത് പറയുന്നു എന്ന് പറഞ്ഞു? ഇറ്റ്സ് എ പരമാണു, അല്ലെങ്കിൽ അത് ആറ്റം ആണെന്ന് ഇപ്പൊ പറയുന്നു, പക്ഷെ പരമാണു എന്നാണ് അന്ന് പറഞ്ഞത്. ഇത് ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, ഇതൊക്കെ സത്യം പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ആദ്യത്തെ കുറച്ച് പോർഷൻസ് മൊത്തം തിയറി ആയിരുന്നു ആദ്യമൊക്കെ. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് പകൂദകത്യായാമ. ഇതേപോലെ തന്നെ വേറൊരാൾ വന്നതാ. ഓക്കെ, നാല് ഫിലോസഫേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലെങ്കിൽ രണ്ടാമത്തെ ആളാണ് നമ്മുടെ പകൂദകത്യായാമ. ആൻഡ് പുള്ളി പറഞ്ഞ എന്താണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഉണ്ടെങ്കിൽ. കത്യായാമ എന്തോ പറഞ്ഞു പോയി. പേര് പഠിക്കാനാണ് ഞങ്ങൾ കുറെ ടൈം എടുത്തത്. ആർക്കും ഓർമ്മയില്ല? എന്ന് ഞാൻ തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇത് വേറെ ഒന്നുമല്ല പറഞ്ഞത്. വെറുതെ ഇങ്ങനെ പാർട്ടിക്കിൾസ് നിൽക്കുകയല്ല, പാർട്ടിക്കിൾസ് അവിടെ ഇവിടെ നിൽക്കുകയല്ല ചെയ്യുന്നത്. ഇതെല്ലാരും കമ്പൈൻഡ് ആയിട്ടുള്ള ഫോർമാറ്റിലാണ് നിൽക്കുന്നത്. മാറ്റർ മൊത്തം കമ്പൈൻ ചെയ്തിട്ടാണ് കാണുന്നത്. ആറ്റം എന്താണെന്ന് നമ്മുടെ ആരാ പറഞ്ഞത്? ആര് പറഞ്ഞുതരും? അനന്തിത. ആദ്യം നമ്മൾ ആറ്റം പരമാണു എന്ന് പേര് പറഞ്ഞത് ആരായിരുന്നു? അത് തന്നെ, കനാദ്. ഓക്കെ, കനാദ് അത് തന്നെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്ന ആളാണ് പകൂദകത്യായമ. ഈ രണ്ടുപേരാണ് നമുക്ക് ഇന്ത്യൻ ഫിലോസഫേഴ്സ് ആയിട്ട് ഈ ആറ്റത്തിനെ പറ്റി പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ ഈ രണ്ടുപേരും പറഞ്ഞ കാര്യം? യെസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയ കാര്യം ഗ്രീസിലേക്ക് പോയി. നമ്മൾ നേരെ അങ്ങോട്ട് ഗ്രീസിലേക്ക് പോയിട്ട് അവിടെയും 2 ഫിലോസഫേഴ്സിനെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു. ഓക്കെ, ആ 2 ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത് ലൂസിപ്പസും ഡെമോക്രിറ്റസ് എന്ന് പറയുന്നത് 2 പേരും പഠിക്കാനുണ്ട്. പേരുകളും അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്ന കാര്യം. അത് വായിക്കാനും കൂടെ അറിഞ്ഞിരിക്കണം. എഴുതുകയല്ലേ എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ലൂസിപ്പസും ഡെമോക്രിറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഫിലോസഫേഴ്സ്, ഗ്രീക്ക് ഫിലോസഫേഴ്സിന്റെ കാര്യം കൂടെ പറഞ്ഞിരുന്നു. ആൻഡ് ലൂസിപ്പസ് സെയിം ആസ് റിലേറ്റഡ് ടു നമ്മുടെ കനാദ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഡിവൈഡ് ചെയ്ത് പോയ ഒരു ചെറിയ
ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾ എത്തും. അതല്ലേ ലൂസിഫസ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ആഫ്റ്റർ ദാറ്റ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡെമോക്രിറ്റസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആറ്റത്തിന് നെയിം കൊടുത്തത്. ഇത്രയും കാര്യങ്ങളാണ് ഫിലോസഫിയിൽ വരുന്നത്. യെസ്, ആറ്റത്തിന് ആറ്റം എന്ന് പറയുന്ന പേര് കൊടുത്തിട്ടുള്ളത് ഡെമോക്രിറ്റസ് ആണ്. ഓക്കെ ആണല്ലോ. ഈ 4 പേരുടെ പേരുകളും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, പിന്നെ നമ്മുടെ ചാപ്റ്ററിന്റെ മെയിൻ പോർഷനിലേക്ക് വരികയായിരുന്നു. ലോസ്. 2 ലോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 2 ലോസ് ആര് പറഞ്ഞുതരും? 2 ലോസിന്റെ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എനിബഡി ആർക്കെങ്കിലും ഓർമ്മയുണ്ടെന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. ഓർമ്മയുള്ളവരുണ്ടോ? യെസ് ഉണ്ട്. ആ 2 ലോയുടെ പേര് പറഞ്ഞു തന്നാ മതി. റെബേക്ക. ഏതായിരുന്നു ആ ലോ? വെരി ഗുഡ്, അടിപൊളി കേട്ടോ. യെസ്, അപ്പൊ 2 ലോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് മെയിൻ ആയിട്ട് ആ ടോപ്പിക് മൊത്തം പറയുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്നാണ് കേട്ടോ പറയാം. ഓക്കെ, മൊത്തത്തിൽ ആ ലോനെ മൊത്തത്തിൽ പറയുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ്. അതിൽ 2 ലോസ് ആണ് ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മാസും ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. 2 പേരും പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഏത് രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരാന്ന് നോക്കിയിട്ട് ആ ലോയുടെ 2 പേരും പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, യെസ്. ഇനി അത് കൊണ്ടുവന്ന 2 ആൾക്കാരുണ്ട്. അത് ആരൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ മക്കളെ? ലാവോസിയറും ആൻഡ് ലാവോസിയ എന്നാട്ടോ പറയാ. ER സൈലന്റ് ആണ്. ഓക്കെ, ലാവോസിയ ആൻഡ് ജോസഫ് പ്രൗസ്റ്റ്, 2 പേര്. ഓക്കെ, ആ നെയിംസ്, സയന്റിസ്റ്റിന്റെ നെയിം, ഇവര് സയന്റിസ്റ്റ് ആണ്, ഫിലോസഫേഴ്സ് അല്ല. അപ്പൊ സയന്റിസ്റ്റിന്റെ നെയിം വിത്ത് ദ ലോ പഠിക്കണം. ലോ പഠിക്കുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ് അങ്ങനെ തന്നെ പഠിക്കണം. അതിൽ ഒരു ചേഞ്ച് നിങ്ങളുടെ വക സെന്റൻസ് ആഡ് ചെയ്യുകയോ മിസ് ചെയ്യുകയോ ചെയ്യരുത്. അങ്ങനെ തന്നെ ആ ലോ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ആ ലോ എന്ന് വായിച്ചു നോക്കാം നമുക്ക്. യെസ്, the law of conservation of mass states that mass can neither be created nor destroyed in a chemical reaction. ഓർമ്മ വരുന്നുണ്ടോ? യെസ്, ഏറ്റവും സിമ്പിൾ ലോ ആണ്. അതായത് ഒന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, ഒരു മാറ്ററിനെ, ഒരു മാസിനൊന്നും ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ആക്ടിവിറ്റി ഒക്കെ കാണിച്ചിട്ടാണ് നമ്മളത് പറഞ്ഞത്. ഓക്കെ, 2 ടെസ്റ്റ് ട്യൂബിലൊക്കെ എടുത്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി വീഡിയോ കാണിച്ചിട്ടാണ് അത് പറഞ്ഞു തന്നതെന്നും കൂടെ ഓർക്കുക. ആൻഡ് സെക്കൻഡ് ലോ പറഞ്ഞത് എന്തായിരുന്നു? ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ വരുന്നത്. അത് പ്രോസ്റ്റ് കൊണ്ടുവന്ന ലോ ആണ്. ആൻഡ് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷനിലായിരിക്കും നിൽക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യാം. നമ്മള് വെല്ലിൽ നിന്ന് എടുക്കുന്ന വാട്ടറും നമ്മുടെ ടാപ്പിൽ നിന്ന് എടുക്കുന്ന വാട്ടറും വെച്ചിട്ടാണ് അത് പറഞ്ഞത്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? വെല്ലിൽ നിന്ന് എടുക്കുന്ന വാട്ടറിന്റെ റേഷ്യോ ആൻഡ് ടാപ്പിൽ നിന്ന് എടുക്കുന്ന വാട്ടറിന്റെ റേഷ്യോ വെച്ചിട്ടാണ് പറഞ്ഞത്. സോ ആര് പറഞ്ഞു തരും അത്? റോഷൻ. ഗുഡ് മോർണിംഗോ? നീ മോർണിംഗ് ക്ലാസ്സിലാണോടാ? ആ, എന്നാ ശീലമായി പോയി. ഓക്കെ, പറഞ്ഞോ. മാസം എടുത്ത് 2:32 അല്ല, 2:60 കിട്ടി. അത് തന്നെ, ടാപ്പിൽ നിന്ന് എടുത്താലും അതേപോലെ തന്നെ നമ്മുടെ സീയിൽ നിന്ന് എടുത്താലും വലിയ മാറ്റവും എവിടെയൊന്നും ഉണ്ടാവില്ല. വാട്ടർ ഈസ് ഓൾവേസ് H2O ആൻഡ് അതിന്റെ റേഷ്യോ 1:8 ആയിരിക്കും. വെരി ഗുഡ്, അടിപൊളി കേട്ടോ. അപ്പൊ അതൊക്കെ ഓർക്കുന്നുണ്ട്. ഇന്ന് എന്തായാലും ഇരുന്ന് നമ്മൾ പഠിക്കുമല്ലോ കുറെ പേര്. അപ്പൊ ഇന്ന് നാളെ കേട്ടത് പഠിക്കാത്തവരൊന്നും കൂടെ പഠിക്കും, അത്രേ ഉള്ളൂ. യെസ്, അപ്പൊ നോക്കിയാലോ. അപ്പൊ പിന്നെ നമ്മുടെ ജോൺ ഡാൽട്ടണിലേക്ക് വന്നു. ആ 2 ലോ കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് ജോൺ ഡാൽട്ടന്റെ ലോ ആണ്. ഒരു 6 പോസ്റ്റുലേറ്റ്സ് ആണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് വിട്ട് കളയേണ്ടതല്ല. 6 പോസ്റ്റുലേറ്റ്സ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പെട്ടെന്ന് 6 പോസ്റ്റുലേറ്റ്സും ഓർമ്മയുള്ള ആരെങ്കിലും? ഓർമ്മയുണ്ടോടാ? ഓർമ്മയില്ല? എനിക്കൊന്നും ഓർമ്മയില്ല മിസ്. 6 പോസ്റ്റേഴ്സ് ഞാൻ എങ്ങനെ പറയാനാണ്? ഇല്ല, മിഥുനോ ഓർമ്മ? ഇതിന് കേൾക്കുന്നില്ലടാ. ഓക്കെ, നമുക്ക് റൈസാന്റെ വിളിക്കാം. എന്നാ സൽമാൻ 6 പോസ്റ്റ്ലേറ്റ്സ് പറയാൻ പറ്റുമോ? യെസ്, എന്താ പറയാ? എന്നാ പറഞ്ഞോ. യെസ്, പോയി. അയ്യോടാ, അവൻ പോയി. യെസ്, യെസ്, യെസ്. All atoms have identical masses and chemical properties. Okay. All elements have different masses and different chemical properties. Different atoms have. All atoms are different atoms. Different atoms have different chemical properties and different masses. The relative number and kinds of atoms are
given in a compound ratio. വെരി ഗുഡ്. യെസ്, സൂപ്പർ ആയിട്ട് പറഞ്ഞു കേട്ടോ. യെസ്, അപ്പോ 6 പോസ്റ്റുലേറ്റ്സും പഠിക്കാനുള്ളതാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ തന്നെ പറഞ്ഞത് നമ്മുടെ കനാദ പറഞ്ഞ അതേ കാര്യമാണ്. ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ഏറ്റവും ഒരു മാറ്ററിനെ ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ എത്തും. അതിനെ നമ്മൾ ആറ്റം എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ആറ്റംസിനെ അല്ലെങ്കിൽ നമ്മുടെ മാസിനെ വെച്ച് പറയുകയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഡെഫിനിറ്റ് പ്രൊപ്പോർഷന്റെ ലോയും ആ പുള്ളി നമ്മുടെ ഡാൽട്ടൺ ഒന്നുകൂടെ അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെയിം ആറ്റംസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ തന്നെയാണെങ്കിൽ ഹൈഡ്രജൻ ഇവിടെ കാണുന്ന ഹൈഡ്രജനും അവിടെ കാണുന്ന ഹൈഡ്രജനും മീൻസ് എന്റെ വീട്ടിൽ കാണുന്ന ഹൈഡ്രജനും നിങ്ങളുടെ കൂടെ കാണുന്ന ഹൈഡ്രജനും എല്ലാവരും എന്തായിരിക്കും, സെയിം ആയിട്ടുള്ള മാസും ആൻഡ് സെയിം ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസും ആയിരിക്കും. ആൻഡ് ഡിഫറെന്റ് ആണെങ്കിൽ ഓക്സിജനും ഹൈഡ്രജനും എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിഫറെന്റ് എന്ന് പറഞ്ഞു. ആൻഡ് റിലേറ്റീവ് നമ്പർ H2O എടുക്കുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ലേ H2O റേഷ്യോ, നമ്മൾ H2Oയുടെ റേഷ്യോ പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ 2 ഉണ്ട്, ഓക്സിജൻ 1 ആണ്. സോ 2:1 ആണ്. ഇങ്ങനെ മാസ് അല്ലാട്ടോ ഞാൻ പറഞ്ഞത്, ആറ്റത്തിന്റെ നമ്പർ വെച്ചിട്ട്. ഓക്കെ, അതാണ് റിലേറ്റീവ് നമ്പർ വെച്ചിട്ട് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 6 എണ്ണം ഉണ്ട്. ഈ 6 എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഡെഫിനറ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, ലോസ് പഠിക്കുമ്പോൾ അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. വേറെ ഒന്നും എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്യാനോ അല്ലെങ്കിൽ കളയാനോ ഒന്നും നോക്കണ്ട. ഓക്കെ, ഈ 6 എണ്ണം ഓക്കെ പഠിച്ചു വെക്കണം. യെസ്, അപ്പൊ അതാണ് 6 ലോസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ അടുത്ത കേസ് പറയുന്നത് ആറ്റത്തിലേക്ക് എത്തി. അപ്പൊ നമ്മൾ ഇവിടെ വെച്ചിട്ട് ലോസ് തീർത്തിട്ട് പിന്നെ ആറ്റത്തിലേക്ക് പോകുമ്പോൾ ആറ്റം എങ്ങനെയാ കാണാം, വെറുതെ ഒന്ന് നോക്കിയാൽ ആറ്റത്തിനെ കാണാൻ പറ്റില്ല അല്ലെ, നേക്കഡ് ഐസോണിന് കാണാൻ പറ്റാത്ത കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് വളരെ ടെക്നോളജിക്കലി സൊഫിസ്റ്റിക്കേറ്റഡ് അടിപൊളിയായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ് ഉണ്ട്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കേട്ടോ. ഇതിൽ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആറ്റത്തിനെ പറ്റി എല്ലാ ക്ലിയർ കട്ട് ഐഡിയാസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന പേരൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെയാണ് ആറ്റത്തിനെ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ? യെസ്. അടുത്തത് ഇനി ആറ്റം എന്ന് പറയുന്നത് കിട്ടി, എനിക്ക് കാര്യം കിട്ടി. ആൻഡ് ഇതിന്റെ റേഡിയസ് എങ്ങനെയാ മെഷർ ചെയ്യുന്നതെന്ന് ആര് പറഞ്ഞുതരും? എങ്ങനെ മെഷർ ചെയ്യും? ആൻഡ് എന്ത് യൂണിറ്റിലാ മെഷർ ചെയ്യുന്നതെന്ന് ഓർമ്മയുണ്ടോ? നാനോമീറ്റർ. യെസ് ദാ, അടിപൊളി കേട്ടോ. നാനോമീറ്റർ അല്ലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആറ്റത്തിന്റെ യൂണിറ്റ് മെഷർ ചെയ്യുക. ആൻഡ് അതിന്റെ ആ പ്രോബ്ലവും കൂടി ഓർത്ത് വെക്കുക. 1 മീറ്റർ എത്ര നാനോമീറ്റർ ആണെന്നുള്ള കേസ്, അതായത് 1 മീറ്റർ ഈസ് ഈക്വൽ ടു 10⁻⁹ നാനോമീറ്റർ ആണ് എന്നുള്ള കേസും അറിഞ്ഞിരിക്കണം എല്ലാവരും. ഓക്കെ, കിട്ടിയല്ലോ? ഇത്രയും പറഞ്ഞതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. ആറ്റം എന്താണ് ആൻഡ് അതിന്റെ യൂണിറ്റ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, പിന്നെ 2 ലോസ് വിത്ത് ഡാൽട്ടന്റെ തിയറി പറഞ്ഞു, പിന്നെ കുറച്ച് ഫിലോസഫേഴ്സിനെ പറഞ്ഞു. ഇത്രയും പറഞ്ഞ് ക്ലിയർ ആണോ മക്കളെ? ഓർമ്മ വന്നിട്ടുണ്ടല്ലോ? യെസ്. അപ്പൊ ഈ ചാപ്റ്ററിൽ പിന്നെ നമ്മൾ ആറ്റം കഴിഞ്ഞു. അടുത്തത് പോകുന്നത് എങ്ങനെയാണ് ആറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടന്റ് അല്ല, അടുത്തതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, എങ്ങനെ സിമ്പിൾസ് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്ത ചാപ്റ്ററും കൂടെ വന്നപ്പോൾ നമുക്ക് ഇത്തിരി കൂടെ ക്ലിയർ ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 2 രീതിയിലാണ് ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾസ് കൂടുതൽ എങ്ങനെയാ വരാം, ഒന്നെങ്കിൽ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട്. ഇപ്പൊ ഹൈഡ്രജന്റെ ഒക്കെ കേസിൽ H ഫോർ ഹൈഡ്രജൻ അല്ലെ, അത്ര എടുത്തു. പക്ഷെ ഹീലിയത്തിന് അപ്പൊ H കൊടുക്കാൻ പറ്റിയില്ല. ഓക്കെ, സോ ദാറ്റ് എന്ത് ചെയ്തു, ഹീലിയത്തിന്റെ സെക്കൻഡ് ലെറ്റർ എടുത്തു. ഓക്കെ, കിട്ടിയല്ലോ? ഹൈഡ്രജൻ H എടുത്തു, ഹീലിയത്തിന് H കൊടുക്കാൻ പറ്റില്ല, ഫസ്റ്റ് ലെറ്റർ മാത്രം പോരാ, സോ ദാറ്റ് HE എടുത്തു. ഓക്കെ, അതേപോലെ തന്നെ കുറച്ച് ആറ്റംസ് ഉണ്ട്. ഇപ്പൊ ക്ലോറിൻ എടുക്കുകയാണെങ്കിൽ CH അല്ല എടുത്തത്, CL ആണ്. മീൻസ് പ്രൊനൗൺസിയേഷന്റെ രീതിയിൽ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, അബൌട്ട് 20 എങ്കിലും പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പർ അനുസരിച്ചിട്ട് നിങ്ങൾ എലമെന്റ്സ് പഠിച്ചിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഇത് ഞാൻ എന്ന് പറഞ്ഞു പോയതാണോ? എന്നിട്ട് ചെയ്യാത്തവർക്ക് അടിയാണ്. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെച്ചിരിക്കണം. ആൻഡ് അവരുടെ മാസം കൂടെ അറിഞ്ഞിരുന്നാൽ ബെറ്റർ ആയിരിക്കും. ചിലരുടെ മാസം നമുക്ക് പഠിക്കാനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അവരുടെ മാസം അറിഞ്ഞിരിക്കണം. ഓക്കെ, യെസ് യെസ്. ആൻഡ് എന്താണ് ഡൗട്ട്? NCERT ടെക്സ്റ്റില് ചില എലമെന്റ്സിന് പ്ലേസ് വെച്ചിട്ടും പിന്നെ കളേഴ്സിന്റെ പേര് വെച്ചിട്ടും പേര് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആണോ? ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞുതരാടാ. ഓക്കെ, യെസ് യെസ് ദാ. അപ്പൊ ഇത്രയും ഓക്കെ ആണല്ലോ സിമ്പിൾസ് വെച്ചിട്ട് പറയുന്നത്. ആൻഡ് ഒരെണ്ണം കൂടെ പറയുന്നുണ്ട് ലാറ്റിൻ നെയിമിന്റെയും. അതാർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ലാറ്റിൻ നെയിം വെച്ചിട്ട് ആര് പറഞ്ഞുതരും ഇതിനൊക്കെ? ഇതൊക്കെ എന്ത് സാധനങ്ങളാ? ഇതൊക്കെ ആരാ? നമുക്ക് റീസാൻഡ് ആത്തർ വിളിച്ചു ഞങ്ങൾക്ക്. യെസ്, അറിയാം. ഇതൊക്കെ ആരാ? അയൺ.
ഫെറം, വെരി ഗുഡ്, അയൺ ആണ്. യെസ്, അടുത്തത് ട്രൈ ചെയ്തു. മൂന്നാമത്തെ കിട്ടും. പൊട്ടാസ്യം, യെസ് യെസ്, ദ വെരി ഗുഡ്. ഒരെണ്ണം കിട്ടിയില്ല. ഒരെണ്ണം ആര് പറഞ്ഞുതരും? ജിയ. സോഡിയം, അടിപൊളിയാടാ, സോഡിയം. അപ്പോ ഇതൊക്കെ അല്ലാണ്ട് അയണിന്റെ ഐ എടുത്തില്ല, സോഡിയത്തിന്റെ എസ് എടുത്തില്ല, പൊട്ടാസ്യത്തിന്റെ പി ഒന്നും അല്ല എടുത്തത്. ഇത് ശരിക്കും എവിടെ നിന്നാ വന്നത്? ലാറ്റിൻ നെയിംസിൽ നിന്നാണ് വന്നത് അല്ലെ? അവരുടെ ലാറ്റിൻ നെയിംസിൽ നിന്നാണ് വന്നത്. അയൺ ഫെറം എന്ന് പറയും, സോഡിയം നൈട്രിയം എന്ന് പറയുന്ന പേര്, Na നേട്രിയം എന്ന് പറയുന്ന പേര്, K ഫോർ കാലിയം, കാലിയം എന്ന് പറയുന്ന പൊട്ടാസ്യത്തിന് കാലിയം എന്നായിരുന്നു ലാറ്റിൻ ലാംഗ്വേജ് പറയുന്നത്. സോ ദാറ്റ് അതാണ് യൂസ് ചെയ്തത്. അപ്പൊ ഇത് മൂന്നും എക്സാമ്പിൾ ആയിട്ടും പഠിക്കാനുണ്ട്. ഓക്കെ ആണല്ലോ? സിമ്പിൾസ് ക്ലിയർ ആണല്ലോ? യെസ്, അടിപൊളി. അപ്പൊ ഇത് അത് തന്നെയാണ്. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞെന്നുള്ളൂ, ഇതൊക്കെ നമ്മളിപ്പോ പറഞ്ഞു. കാലിയം. യെസ്, നെക്സ്റ്റ് വരുന്നത് അറ്റോമിക് മാസ് ആണ്. ഓക്കെ, അറ്റോമിക് മാസ് എന്തിന്റെ റെഫറൻസ് വെച്ചിട്ടാ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്തായിരുന്നു റെഫറൻസ് വെച്ചത്? ഹൈഡ്രജൻ ആണോ, കാർബൺ ആണോ, ഓക്സിജൻ ആണോ? ഫാദിൽ. യെസ്, പറഞ്ഞു നോക്കിയുടെ അറ്റോമിക് മാസ് എന്ത് വെച്ചിട്ടാ നമ്മൾ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ നിനക്ക്? ഫാദിൽ കേൾക്കുന്നില്ലേടാ? കേൾക്കുന്നുണ്ട്, നീ പറയുന്നത് ഞങ്ങൾ ഇവിടെ കേൾക്കുന്നില്ല. ആ, ഉറക്കെ പറഞ്ഞു നോക്കിയേ. ആ യെസ്, എന്താണെന്ന്? അല്ല, ഏതൊരു ആറ്റം വെച്ചിട്ടാണ് അതിനെ റെഫറൻസ് ചെയ്ത് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ഇല്ല. ഇല്ല, ഓർമ്മയില്ല നിനക്ക്, അതെനിക്ക് മനസ്സിലായി. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോ? പറഞ്ഞുതരാം. ഓക്കെ, യെസ്. എനിബഡി, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അയാളുടെ പേര്? അയാളുടെ മീൻസ് ആ എലമെന്റിന്റെ പേര്. യെസ്, കുറെ പേർക്ക് ഓർമ്മയുണ്ട്, കുറെ പേര് മറന്നു. യെസ്, ഫെലിക്സ്. എന്തായിരുന്നു ഓർമ്മയുണ്ടോടാ? കാർബൺ 12. അടിപൊളിയാടാ, അടിപൊളിയായിട്ട്. ഇപ്പൊ നമ്മള് കാർബൺ 12 ഐസോട്ടോപ്പ്, കാർബണിന്റെ ഐസോട്ടോപ്പ് ഒക്കെ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചല്ലേ? അപ്പൊ അതിൽ കാർബൺ 12 എന്ന് പറയുന്ന ഒരു ഐസോട്ടോപ്പ് കാർബൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 1/12 ആണ് ഒരു പീസ് ആക്കി എടുക്കുകയാണെങ്കിൽ അതാണ് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തത്. ഒന്നുകൂടെ പറയാം, കാർബൺ എടുക്കുകയാണ്. ഓക്കെ, കാർബൺ ഇത്രയും കാർബൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു കാർബൺ എടുക്കുകയാണെങ്കിൽ അതിനെ 12 പീസസ് ആക്കി. ഓക്കെ, 12 പീസസ് ആക്കി. അതിൽ ഒരു പീസ് എടുത്തു നോക്കിയപ്പോൾ ഹൈഡ്രജന്റെ മാസിന് കറക്റ്റ് ഈക്വലാ. ഓക്കെ, അതിന്റെ ഒരു പീസ് എടുത്തു നോക്കിയപ്പോൾ അത് ഹൈഡ്രജന്റെ മാസിന് കറക്റ്റ് ഈക്വലാ. സോ ദാറ്റ് അങ്ങനെ വെച്ച് പറയാൻ നോക്കി. ഓക്കെ, അറ്റോമിക് നമ്പർ 1 ഹൈഡ്രജൻ ആണല്ലോ. അപ്പൊ ആ ഒരു വെയിറ്റ് വെച്ച് ബാക്കി എല്ലാത്തിനെയും റെഫറൻസ് ബോഡി ആക്കി എടുത്തിരിക്കുകയാണ്. നമ്മുടെ C12 ആണ്, അതായത് കാർബൺ 12 ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ആൻഡ് അങ്ങനെയാണ് അറ്റോമിക് മാസ് യൂണിറ്റ് വന്നത്. ഓക്കെ ആണല്ലോ? ആൻഡ് അത് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് അറ്റോമിക് മാസ് യൂണിറ്റ്. ഇത് നമ്മൾ പറഞ്ഞതാണ്, ഓർമ്മയില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ the one atomic mass unit is the mass unit equal to exactly 1/12 of the mass of one atom of carbon 12. ഒരു കാർബൺ 12 ആറ്റം എടുക്കുകയാണെങ്കിൽ അതിനെ 12 പീസസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് 1 അറ്റോമിക് മാസ് യൂണിറ്റ്. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞത് വെച്ചിട്ടാണ് മറ്റെല്ലാ ആറ്റംസും, ഹൈഡ്രജൻ ആയാലും ഓക്സിജൻ ആയാലും നൈട്രജൻ ആയാലും എല്ലാം ഇങ്ങനെ നോക്കിയത് ഈ ഒരു 1/12 മാസിന് കമ്പയർ ചെയ്തിട്ടാ. അല്ലാതെ ഇങ്ങനെ അളന്നു നോക്കാനുള്ള ആ ഒരു കാര്യം അന്ന് ഉണ്ടായിരുന്നില്ല. ആൻഡ് നൗ ഇത് ടെക്നോളജിക്കലി നമുക്ക് അതിനുള്ള സ്പെക്ട്രോമീറ്റർ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റി. കണ്ടുപിടിച്ചപ്പോൾ അന്ന് പറഞ്ഞതൊക്കെ ശരിയാണ്, അവർ കണ്ടുപിടിച്ചത് ശരിയായിരുന്നു എന്ന് മനസ്സിലായി. സോ അതും ഒരു സയൻസിന്റെ ഒരു കളി, മാജിക്, അത്രേ ഉള്ളൂ. യെസ്, ഓക്കെ ആണല്ലോ? യെസ്, ഇനി ഇതിൽ പഠിക്കാനുള്ളത് കുറച്ച് എലമെന്റ്സിന്റെ അറ്റോമിക് മാസസ് ഉണ്ട്. സോ അത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് ക്ലോറിൻ. ആരെങ്കിലും പറഞ്ഞു തരുമോ എനിക്ക്? ഏബൽ. യെസ്, ഒന്നാണ്. മാസാണ് കേട്ടോ ചോദിക്കണത്. യെസ്, ഒന്നാണ്. കാർബൺ 12. വെരി ഗുഡ്. 16. സോഡിയത്തിന്റെ 23. നൈട്രജൻ അറിയോടാ? 14. വെരി ഗുഡ്. ക്ലോറിൻ അറിയോ?
നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ കുറച്ചധികം ക്ലോറിൻ വരുന്നുണ്ട്, അതുകൊണ്ടും കൂടെ ഞാൻ പറഞ്ഞു, അതും കൂടെ പഠിച്ചു വെച്ചു. ഈ ചാപ്റ്ററിൽ ഇല്ല, അതുകൊണ്ടായിരിക്കണം നീ മറന്നത്. ചെയ്യാനുള്ള ഐഡിയ ഒക്കെ നിന്റെ ഉണ്ടോ? ഓക്കെ ഓക്കെ, എന്നാ നമുക്ക് നീ ചെയ്ത് നോക്കിക്കോ. അടുത്ത ആളോട് ചോദിക്കാം നമുക്ക്. ക്ലോറിൻ ആൻഡ് സൾഫർ. ഋഷികേഷ്. Yes, 35.5. യെസ് 35.5. യെസ്, അടിപൊളി. നെക്സ്റ്റ് 32. ഓക്കെ, ഇത്രയും കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ മക്കളെ. ഇത്രയും അറ്റോമിക് മാസസ് പഠിച്ചു വെച്ചിരിക്കണം. കാരണം ഇത് തരണം എന്ന് നിർബന്ധമില്ല. ഓൾറെഡി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലും പഠിക്കാനുള്ളത് കൊണ്ട് ഈ ചാപ്റ്ററിൽ ഇത്രയും ആദ്യമൊക്കെ മിസ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാനിത് പ്രൊവൈഡ് ചെയ്തിരുന്നു. യു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തരുമായിരുന്നു. ഇനിയിപ്പോൾ തരില്ല, കാരണം ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇനി അത് പ്രതീക്ഷിക്കേണ്ട. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലാന്ന് വിചാരിച്ച് തന്നെ പഠിച്ചാൽ മതി. കിട്ടിയ ലക്ക്, അത്രേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ അതൊരു ബോക്സ് പഠിക്കാനുണ്ട്. അതിൽ കൂടുതൽ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അറിയാത്തത് ഇപ്പൊ ഇതിൽ നമ്മൾ കുറച്ച് ക്ലോറിൻ ആൻഡ് സൾഫറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്ത് മാറ്റി വെച്ചേക്ക്. ഓക്കെ, ഇത് എക്സ്ട്രാ ആണ്. വേണമെങ്കിൽ മഗ്നീഷ്യം കൂടെ അറിഞ്ഞിരുന്നു. മഗ്നീഷ്യം 24 ആണ് കേട്ടോ. ഓക്കെ, ഇതും കൂടെ എക്സ്ട്രാ കയ്യിൽ വെച്ചോ, കാരണം ഇത് വരും. ഇവര് സ്ഥിരം വരുന്ന കുറച്ച് എലമെന്റ്സാ. സോ ഇവരുടെ അറ്റോമിക് നമ്പർ ആൻഡ് അറ്റോമിക് മാസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, കിട്ടിയല്ലോ അറ്റോമിക് മാസ്. ഇത് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മോളിക്കുലർ മാസ് ഒക്കെ കണ്ടുപിടിച്ചത്. അപ്പൊ ഇനി വീണ്ടും വരും ഈ ഒരു കുറച്ച് ആൾക്കാർ. ഓക്കെ, യെസ്. അപ്പോൾ അറ്റോമിക് മാസ് കഴിഞ്ഞു. അറ്റോമിക് മാസ് കഴിഞ്ഞിട്ട് മോളിക്യൂളിലേക്ക് പോയി. മോളിക്യൂൾ ആറ്റം നമ്മൾ പറഞ്ഞല്ലേ, അപ്പൊ പറഞ്ഞ എന്തായിരുന്നു? സ്മോളസ്റ്റ് ആയിട്ടുള്ള ഇൻഡിവിസിബിൾ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അത് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ തിരുത്തി. പോട്ടെ, മോളിക്യൂൾസ് എന്താന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മോളിക്യൂൾ എന്തായിരുന്നു? ഒരാളെ ചോദിച്ചു നോക്കാം. അനഘയ്ക്ക് ഓർമ്മയുണ്ടോ മോളിക്യൂൾ എന്തായിരുന്നു എന്ന്? എന്ത് പറഞ്ഞാണ് നമ്മൾ മോളിക്യൂളിനെ പരിചയപ്പെട്ടതെന്ന്? ഓക്കെ, സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആയിട്ട്. ഇപ്പൊ ഹൈഡ്രജൻ എടുക്കുകയാണ്, ഇത് H2 ആണ്. ഇതിൽ ഏതായിരിക്കും മോളിക്യൂൾ, ഏതായിരിക്കും ആറ്റം? എനിക്ക് തിയറി അറിയുള്ളൂ മിസ്, പ്രാക്ടിക്കൽ അറിയില്ല. അങ്ങനെയാണോ? ഓക്കേടാ, ഇവിടെ ഹൈഡ്രജനും ഉണ്ട്, ഒരു H2 ഉണ്ട്. ഓക്കെ, ഒരു H ഉണ്ട്, ഒരു H2 ഉണ്ട്. ഇത് ഏതായിരിക്കും ആറ്റം, ഏതായിരിക്കും മോളിക്യൂൾ? H ആറ്റം ആയിരിക്കും. വെരി ഗുഡ്. മോളിക്യൂള് വെരി ഗുഡ് ട്ടോ, ശരിയാണ് ട്ടോ പറഞ്ഞത്. മോളിക്യൂൾ അത് ഓർത്ത് വെക്കാനുള്ളൊരു ട്രിക്കായിട്ട് പറഞ്ഞാണ്. അതായത് കമ്പൈൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും. എല്ലാത്തിലും അങ്ങനെ വേണമെന്നില്ല കേട്ടോ. അപ്പൊ ഹീലിയത്തിന്റെ ഒക്കെ കേസ് ആണെങ്കിൽ ഹീലിയം മോളിക്യൂൾ ആയിട്ട് കാണില്ല. ഹീലിയം അതിന്റെ റീസൺസ് ഒക്കെ നമ്മൾ പറഞ്ഞ സ്റ്റെബിലിറ്റി ഒക്കെ ഒക്ടറ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ നിങ്ങളോട് വലിയ കാര്യമായിട്ട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാം, എല്ലാം അറിയാം. യെസ്. അപ്പൊ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡെഫിനിഷൻ എന്താണ്? ദി സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെന്റ് ഓർ എ കോമ്പൗണ്ട് ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ആൻ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റണം. ഓക്കെ, വെറുതെ ഒരു എലമെന്റിന്റെ ചെറിയ ഫോം ഹൈഡ്രജൻ H ആയിട്ട് നിൽക്കാൻ പറ്റില്ല അവർക്ക്. ഓക്കെ, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് സ്റ്റേബിൾ. സോ ദാറ്റ് മറ്റൊരു ഹൈഡ്രജനെയും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് H2 ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഓക്സിജനുമായിട്ട് കൂട്ടിച്ചേർന്നിട്ട് H2O വാട്ടർ ആയിട്ട് നിൽക്കാം. അങ്ങനെ മോളിക്യൂൾ അങ്ങനെയാ വരാം. ഓക്കെ, ഇൻഡിപെൻഡന്റ്. അപ്പൊ ഇത്രയും പറഞ്ഞു നിർത്തിയാൽ പോരാ, ഇതുകൂടി ആഡ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, ജസ്റ്റ് ഈ പറഞ്ഞ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ ആവില്ല. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ആൻ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. എന്നിട്ട് ആ ഫുൾ ആ പ്രോപ്പർട്ടി, ഒരു സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ വാട്ടറിന്റെ ഫുൾ പ്രോപ്പർട്ടി H2O കാണിക്കണം. ഒരു ചെറിയ മോളിക്യൂൾ വാട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ H2O എന്ന് പറയുന്നത് ഒരു ഫുൾ ടാങ്ക് വാട്ടർ എടുത്തതിന്റെ സെയിം പ്രോപ്പർട്ടീസ് തന്നെ വേണം കാണിക്കാൻ. ഓക്കെ, കിട്ടിയോ മോളിക്യൂൾ എന്താണെന്ന്? മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റില്ല, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കാണാം, നമ്മുടെ മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റില്ല. യെസ്, നമ്മൾ ഈ ലാബിലൊക്കെ കാണുന്നത്. അത് ഇത്തിരി കൂടി കാശ് കൂടണോടാ, ഒരു കോടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. യെസ്, അപ്പൊ മോളിക്യൂള് പറഞ്ഞു. നെക്സ്റ്റ് ആറ്റോമിസിറ്റി. ആറ്റോമിസിറ്റി എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത്? കുറച്ച് നമ്പേഴ്സ് ഒക്കെ വെച്ച് പറഞ്ഞതാണ് ഒരു മോളിക്യൂള്. ഇപ്പൊ ഞാൻ ചോദിക്കാം, H2O ഉണ്ട്, O3 ഉണ്ട്, ഒരു P4 ഉണ്ട്. ഇത് വെച്ചിട്ട് കുറച്ച് ആറ്റോമിക് സംഭവങ്ങൾ നമ്മൾ പഠിച്ചു. മോണോ ആറ്റോമിക് പഠിച്ചു, ട്രൈ ആറ്റോമിക് പഠിച്ചു. ട്രൈ ആറ്റോമിക് പഠിക്കാനല്ല, ഡൈ ആറ്റോമിക് പഠിച്ചു, ആൻഡ് പോളി ആറ്റോമിക് ആയിട്ടാണ് പഠിച്ചത്. പോളി ആറ്റോമിക് എന്നുള്ള പേരിലാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, സോ ആര് പറഞ്ഞു തരും മിസ്സിന് ഇതൊക്കെ എന്തൊക്കെയാണ്? യെസ്, പത്മരൂപ.
പെട്ടെന്ന് പറഞ്ഞോ. ഫസ്റ്റത്തത് മോണാറ്റോമിക്കാണ് ലാസ്റ്റ് വൺ. ഓക്കെ, എന്നെ മോണോ ആണ്, കാരണം അതിന് ഒന്നുമില്ല, താഴെ ഒന്നുമില്ല. സോ ദാറ്റ്സ് മോണോ ആണ്. വെരി ഗുഡ്. എച്ച് മോണോ ആണ്. ഓക്കെ, രണ്ടിനും നമുക്ക് സർക്കിൾ കൊടുക്കാം. ഡയാറ്റോമിക് നമുക്ക് സ്ക്വയർ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഡയാറ്റോമിക് ആണ്. ബാക്കിയൊക്കെ പോളി അറ്റോമിക്. വെരി ഗുഡ്. പോളി അറ്റോമിക്. യെസ്, നീ വിംബോളി എന്നൊക്കെ ഓർക്കണം പോലെ പോളി അത് വിളിച്ചാൽ മതി. സ്പെല്ലിംഗ് അറിയാം കേട്ടോ, ഇനി അത് എഴുതി വെക്കരുത്. ഓക്കെ, അപ്പൊ മോണോ അറ്റോമിക് ബൈ ഡെഫിനിഷൻ എന്താ പറയാ? യെസ്, ബൈ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ ആറ്റം എടുക്കുകയാണ്. മോളിക്യൂൾസ് ഹാവിംഗ് സിംഗിൾ ആറ്റം ഇസ് കോൾഡ് മോണോ ആറ്റോമിക് മോളിക്യൂൾ. ഓക്കെ, ഒരു സിംഗിൾ ആറ്റമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഹീലിയം എടുത്തു, നമ്മള് എന്ത് പറഞ്ഞു, എന്നെ പറഞ്ഞു, ആർഗൺ പറയാം, കുറെ പേരുണ്ട് ഇങ്ങനത്തെ ആ ഒരു കാറ്റഗറി. നിങ്ങൾ നോക്കിയാൽ മതി, താഴെ ഉണ്ടാവില്ല കേട്ടോ, ഒരു നമ്പറും ഉണ്ടാവില്ല. ഒരു നമ്പറും ഇല്ല എന്നുണ്ടെങ്കിൽ അത് മോണോ ആറ്റോമിക്ക. ഒരു നമ്പറും ഇല്ല, ഇതിൻ്റെ ഒന്നും താഴെ ഒരു നമ്പറും ഇല്ല. 1 ആണ് ഉദ്ദേശിക്കുന്നത്. വൺ ആറ്റം, മോണോ ആറ്റോമിക്. ആൻഡ് സെക്കൻഡ് കേസ് വരുന്നത് ഡൈ ആറ്റോമിക്. ഡൈ ആറ്റോമിക് എന്ന് പറയുമ്പോൾ അതിനൊക്കെ താഴെ 2 ഉണ്ടാവണം. അത് ശ്രദ്ധിച്ചാൽ മതി മക്കളെ, 2 ഉണ്ടാവണം. താഴെ 2 ഉണ്ടെങ്കിൽ ഡൈ എന്ന് നമ്മൾ പറയില്ലേ, 2. അതന്നെയാ മീനിങ്. യെസ്. നെക്സ്റ്റ് പോളി ഇതിൽ കൂടുതൽ എന്ത് വന്നു കഴിഞ്ഞാലും 2ൽ കൂടുതൽ വരുന്നത് പോളിയാണ്. അതിൽ വരുന്നതാണ് ഈ സൾഫർ. പിന്നെ വേണമെങ്കിൽ ഇനിയിപ്പോ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത് പോളി ആറ്റോമിക് തന്നെയാണ്. ഇതിനെ നമുക്ക് ട്രൈ ആറ്റോമിക് എന്നും പറയാറുണ്ട് കേട്ടോ. 3 ആയതുകൊണ്ട് ട്രൈ, 4 ആണെങ്കിൽ ടെട്ര എന്നൊക്കെ പറയാറുണ്ട്. സോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്കില്ല, എന്നാലും അറിഞ്ഞു വെച്ചോ ആ പേരുകൾ. ഓക്കെ, 3 എന്ന് പറഞ്ഞാൽ ട്രൈ ആണ്, ആൻഡ് 4 ടെട്ര, പിന്നെ പെൻറ്റ, അങ്ങനെയൊക്കെ ആയിരിക്കും വരാം. അത്രയും ഇത് വേണ്ട നിങ്ങൾക്ക്, ജസ്റ്റ് ഇത് അറിഞ്ഞ് പേര് വെക്കുക. പോളി ആറ്റോമിക്, മോണോ ആറ്റോമിക് എന്താണ്, ആൻഡ് ഡൈ ആറ്റോമിക് എന്താണ്, വിത്ത് ഡെഫിനിഷൻ ആൻഡ് വിത്ത് എക്സാമ്പിൾ. എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം. ലൈക്ക് എക്സാമ്പിൾ തന്നിട്ട് മാത്രമായിരിക്കില്ല ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ ദാറ്റ് ഡെഫിനിഷൻ ചോദിച്ച് എക്സാമ്പിളും ചോദിക്കും. സോ ദാറ്റ് എക്സാമ്പിൾ പഠിച്ചു വെക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? അറ്റോമിക്. യെസ്. ഓസോൺ, O3 ഓസോൺ ആണ്. ഓ, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ഓസോൺ. യെസ്, ഓക്സിജന്റെ തന്നെ 3 ഓക്സിജൻ വരുമ്പോൾ ഓസോൺ ആവും. യെസ്. അടുത്തത് അയോൺ ആണ്. ആറ്റം പറഞ്ഞു, ആറ്റത്തിന്റെ മോളിക്യൂളിനെയും പറഞ്ഞു, പിന്നെ അയോൺ വന്നു. അയോൺ വരുമ്പോൾ വേറെ ഒന്നുമില്ല, കുറച്ച് ചാർജും കൂടി വരും. ഓക്കെ, വെറുതെ ഹൈഡ്രജൻ ഒറ്റയ്ക്ക് നിന്നിരുന്ന ഹൈഡ്രജനിൽ കുറച്ച് ചാർജ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് അയോൺ. ഓക്കെ, യെസ്. അപ്പോ എന്താ പറയുന്ന, ഹൈഡ്രജൻ എടുക്കുകയാണ്, H എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് H+ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ചാർജ് വന്നു. ചാർജ് വന്നാൽ അതിനെ നമുക്ക് അയോൺ എന്ന് പറയാം. പ്ലസ് മാത്രമല്ല, നെഗറ്റീവ് വരുന്ന ആൾക്കാരും ഉണ്ട് അല്ലെ, നെഗറ്റീവ് വരുന്ന ആൾക്കാരും ഉണ്ട്. ആൻഡ് ഇവർക്ക് കുറച്ച് പേര് പറയുന്നുണ്ട്. ആ 2 പേര് ആര് പറഞ്ഞു തരും? പ്ലസ് വരുമ്പോൾ ഒരു പേര് പറയും, നെഗറ്റീവ് വരുമ്പോൾ ഒരു പേര് പറയും. യെസ്, ആര് പറഞ്ഞു തരും? നവീദ്. ആനിയോൺ ആൻഡ് കാറ്റയോൺ. യെസ്, ആനിയോൺ ഏതാ, ഇതിൽ കാറ്റയോൺ ഏതാന്ന് പറയാൻ പറ്റുള്ളൂ നിനക്ക്? ഓക്കെ, അവൻ പറയാൻ ശരിയാണോ? അല്ലേന്ന് അവന് തന്നെ ഉറപ്പില്ല. എന്നാ നമുക്ക് പറയാം. അല്ല എന്ന് പറയുന്നുണ്ട്, ആണെന്നും പറയുന്നുണ്ട്. ദൈവമേ, അതിലൊക്കെ കൺഫ്യൂഷനോ. ഓക്കെ, അല്ലാന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു തന്നെ. അങ്ങനെയാണെങ്കിൽ അവൻ പറഞ്ഞത് തെറ്റാണ്. ആരാണ്? ചിന്മയി. സോറി, ഞാൻ വേറെ പേരാ കേട്ടത്. ഓക്കെ, പറഞ്ഞോ. തിരിച്ചാണ്. അപ്പൊ നീ പറഞ്ഞ ആൻസർ എന്തായിട്ട് വരും? ആനയോൺ നെഗറ്റീവ് ആയിട്ട് വരും, കാറ്റയോൺ പോസിറ്റീവ് ആയിട്ട് വരും. യെസ്. അപ്പൊ അത് തെറ്റാതെ പഠിച്ചു വെക്കണം കേട്ടോ. അതിന് കുറച്ച് ട്രിക്ക് ഒക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കിക്കോ. നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് ആനയോൺ. ഓക്കെ, നമ്മുടെ ആന നെഗറ്റീവ് ആകാൻ ഞാൻ പറഞ്ഞത്. ഫുൾ നെഗറ്റീവ് ആണ് നമ്മുടെ ആനയോൺ. ആനോടെങ്കിൽ അതൊന്നും വേറെ ഉണ്ടോ, അത് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഈ ചാപ്റ്ററിൽ ഇത് മതി. ആന ഫുൾ നെഗറ്റീവാ, പക്ഷെ ക്യാറ്റ് ഭയങ്കര പോസിറ്റീവാ. ക്യാറ്റിന് പോസ് ഉണ്ട്. സോ ക്യാറ്റ് പോസിറ്റീവ് ആണ്. എനിക്ക് ക്യാറ്റ് ലവേഴ്സിന് ഇഷ്ടപ്പെട്ടു. പൂസി ക്യാറ്റ് എന്നൊക്കെ പറയുന്നത്. യെസ്, അടിപൊളി ഐഡിയ. പൂസി ക്യാറ്റ്, അത് ആലോചിച്ചാൽ മതി. പോസിറ്റീവ് ആണ് ക്യാറ്റുകൾ. ആൻഡ് അപ്പൊ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ ആനയോൺ അല്ലേ? യെസ്, അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻഡ് വിത്ത് എക്സാമ്പിൾ വേണം പഠിച്ചു വയ്ക്കാൻ. 1-2 എക്സാമ്പിൾ എങ്കിലും കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, വെറുതെ എങ്ങോട്ട് പോയാൽ പോലെ 2 എക്സാമ്പിൾ എങ്കിലും കയ്യിൽ ഉണ്ടാവണം. യെസ്. അപ്പൊ എക്സാമ്പിൾ നോക്കിയിട്ട് മാത്രമല്ല വരാ, ആൻഡ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതെന്നും വരും. അതുകൊണ്ടാണ്. അപ്പൊ ആൻഡ് ഇത് പേര് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചോ മക്കളെ. ക്ലോറിൻ എന്നല്ല പറയാ, ക്ലോറൈഡ് എന്നാണ്.
ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ക്ലോറിൻ അല്ല, ക്ലോറൈഡ് ആണ്. ഓക്സിജൻ എന്നല്ല പറയാ, 2- വരുമ്പോൾ ഓക്സൈഡ് ആണ്. യെസ്, ബ്രോമൈഡ്, ഫ്ലൂറൈഡ്, അയഡൈറ്റ്. യെസ്, അടിപൊളി, ഓർമ്മ വരുന്നുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ പറയുന്ന പേര് ഓർക്കുക, കാരണം നമ്മൾ ഈ പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഇതും കൂടെ വേണം. ക്ലോറിൻ ഒന്നും പറഞ്ഞല്ല അവസാനിക്കുക, ക്ലോറൈഡ് എന്നൊക്കെ പറഞ്ഞാൽ അവസാനിക്കുക. അതിന്റെ റീസൺ അത് ഈ പറഞ്ഞ പോലെ ആനയോൺ ആയതുകൊണ്ട്. ഓക്കെ ആണോ? ആനയോൺ മിസ്, ആനയോൺ നെഗറ്റീവ് ആണെങ്കിൽ ആനോട് നെഗറ്റീവ് അല്ല, ആനോട് നെഗറ്റീവ് അല്ലടാ, നേരെ തിരിച്ചാ. അതാ ഞാൻ പറഞ്ഞത്, അത് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി മാറ്റി വെച്ചതാ. ഓപ്പോസിറ്റ് ആണ് ആനയോണും ആനോടും നെഗറ്റീവ്. ആനയോൺ പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ആനോട് പോസിറ്റീവാ, നേരെ തിരിച്ചാണ്. അത് വേണ്ട, നമുക്ക് ഇത് മതി, ആനയോണും കാറ്റോണും മതി. ആവശ്യമില്ലാത്ത ആനോഡിനെങ്കിൽ ആനോഡിനൊക്കെ എന്തിനും കൂടെ കൂട്ടരുത്, ഫിസിക്സിൽ പോയാൽ മതി അതൊക്കെ. യെസ്, അടുത്തത് യെസ്, കാറ്റയോൺ. കാറ്റയോൺ കിട്ടി. കാറ്റയോൺ ഇതിപ്പോ പറഞ്ഞതാണ്, പോസിറ്റീവ്ലി ചാർജ്ഡ്. നമ്മുടെ പൂസിക്കാറ്റിനെ ആലോചിക്കുക, വിത്ത് എക്സാമ്പിൾ ആലോചിക്കുക. സോഡിയം അയോൺ ആൻഡ് ഏതെങ്കിലും 2 പോസിറ്റീവ് ചാർജ്. കുറെ പോസിറ്റീവ് ചാർജ് നമുക്ക് പഠിക്കാനുണ്ട്, ഇത് തന്നെ പഠിക്കണമെന്നില്ല, ബട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ? കാറ്റയോൺ എന്താണ്, ആനയോൺ എന്താണെന്ന്. ഓക്കെ, ഇത് കഴിയുമ്പോഴാണ് പിന്നെ നമ്മുടെ വാലൻസി വരിക. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ ഏകദേശം തീർന്നു. മെയിൻ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. വാലൻസി ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്തായിരുന്നു വാലൻസി? 2 ചാപ്റ്ററിൽ വാലൻസി എന്നിട്ട് ഓടിച്ചുകൊണ്ടിരുന്നതാ. യെസ്, ആര് പറഞ്ഞുതരും? യെസ്, ആരോ പറഞ്ഞുതരും. ആരോ വിളിക്കും? ഐശ്വര്യമായിട്ട് പറഞ്ഞോളൂ, എന്തായിരുന്നു വാലൻസി? നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് എനിക്ക് ഓർമ്മ വരുന്നത് അല്ലേ? ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി വരണത്. ഓക്കെ, അത് കറക്റ്റ് ആണ്, അത് മതി നമുക്ക്. എന്നാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ അത് ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ മക്കളെ. രണ്ടിലും പറയുന്നുണ്ടല്ലോ പറഞ്ഞിട്ട് രണ്ടും ഏതെങ്കിലും ഒരെണ്ണം നിർബന്ധമായിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ആൻഡ് അതിൽ 2ലും നമ്മൾ കോമൺ ആയിട്ട് ഈ ഒരു ഡെഫിനേഷനും കൂടെ പറഞ്ഞിരുന്നു. സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചപ്പോൾ ഈ ഡെഫിനേഷൻ പറഞ്ഞതാണ്. ഇത് കമ്പൈനിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കമ്പൈനിങ് കപ്പാസിറ്റി ആണ് വാലൻസി. വാലൻസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നെക്സ്റ്റ് ചാപ്റ്ററിലാണ് വരുന്നത് അല്ലേ? യെസ്, ഇതിൽ കുറച്ച് നമ്പർ വരുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഈ കെമിക്കൽ കോമ്പൗണ്ടിന് ഫോമിൽ ഉണ്ടാക്കുമ്പോൾ വാലൻസി വേണം, വിട്ടുകളയാൻ പറ്റില്ല അല്ലേ? ഞാൻ ഓർമ്മിപ്പിക്കാം. യെസ്, അടുത്തത് കെമിക്കൽ ഫോർമുല. കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോമ്പോസിഷൻ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ എഴുതും? അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ എഴുതും? എന്ന് വെച്ചാൽ ഷോർട്ട് ഫോമിൽ എഴുതില്ലേ? ഓർമ്മ വന്നു? ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജനും ക്ലോറിനും HCl. യെസ്, പിന്നെ ഹൈഡ്രജൻ സൾഫൈഡ് ഇങ്ങനെ HS എന്നല്ല എഴുതുക, H2S എന്ന് എഴുതുക. അപ്പൊ അവിടെ എന്ത് വരുന്നുണ്ട്? 2 വരുന്നുണ്ട്. എന്തുകൊണ്ട് വരുന്നു? അവിടെ നമ്മുടെ ബാലൻസിയും ചാർജൊക്കെ വരും. ഓക്കെ, അപ്പൊ അത് കെമിക്കൽ ഫോർമുല പഠിക്കണം. കെമിക്കൽ ഫോർമുലയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ചാപ്റ്ററിൽ പ്രോബ്ലംസ് വരുന്ന ഒരു ഫീൽഡാണ്. ഓക്കെ, സോ ഇത് അറിഞ്ഞിട്ട് വേണം പോവാൻ. അതിനു വേണ്ടി ആരൊക്കെ വേണമെന്ന് ഓർമ്മയുണ്ടോ? കെമിക്കൽ ഫോർമുല പഠിക്കാൻ വേണ്ടി 3 ബോക്സ് ഉണ്ടായിരുന്നു. അത് ഓർമ്മയുണ്ടോ? ഈ ബോക്സുകൾ. യെസ്, ഈ ബോക്സുകൾ അങ്ങനെ തന്നെ ഇരുന്ന് പഠിച്ചോളണം, ഒന്നും വിട്ട് കളയരുത്. ഈ ബോക്സുകളിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും വരുള്ളൂ. സോ ദാറ്റ് ഇത് പഠിച്ചു വെക്കണം. ഓക്കെ, 3 ബോക്സുകളുണ്ട്. നമ്മുടെ സോഡിയം പറയുകയാണെങ്കിൽ Na+. ഇവിടെ സിമ്പിൾ കണ്ടോ? സിമ്പിൾ നോക്കി നമ്മൾ ഇങ്ങനെ അല്ലാട്ടോ, ആക്ച്വലി നേരെ പഠിച്ചു വെക്കണം. സോഡിയം എന്ന് പറഞ്ഞാൽ Na+ ആണ് എന്നുള്ള രീതി പഠിച്ചു വെക്കണം. ഓക്കെ, സോഡിയം Na ആണെന്ന് അറിയാലോ. അയോൺ വെച്ച് പറയുമ്പോൾ Na+. ഓക്കെ, സോഡിയം Na+ ആൻഡ് വാലൻസി ഒരു പ്ലസ് ഉള്ളൂ, സോ ദാറ്റ് 1 വാലൻസി. ഓക്കെ, വാലൻസി എഴുതുമ്പോൾ പ്ലസ് ചാർജ് ഇടരുത് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചാർജ് ഇടുമ്പോഴാണ് പ്ലസ് വരിക, വാലൻസി എഴുതുമ്പോൾ പ്ലസ് ഓർ മൈനസ് ഇടരുത്. ഇതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, യെസ്, നമ്പേഴ്സ് മാത്രമേ ഇടാൻ പാടുള്ളൂ. ആൻഡ് K+, പൊട്ടാസ്യം പറയുമ്പോൾ K+ ആൻഡ് ഒരു പ്ലസ്സേ ഉള്ളൂ, ദാറ്റ് മീൻസ് 1 ആണ് വാലൻസി. ഓക്കെ, ഇത് നിങ്ങൾ തന്നെ ഇരുന്ന് പഠിക്കണം. ഇന്ന് മീൻസ് വിത്ത് ആ നെയിം, സിമ്പിൾ, വാലൻസി അങ്ങനെ തന്നെ പഠിക്കണം, ഒന്നും വിട്ട് കളയരുത്. യെസ്, അപ്പോൾ ഇതിന്റെ 3 ബോക്സസ് ഉണ്ട്. ക്ലോറിൻ എങ്ങനെ വരുന്നു, ഇവരൊക്കെ എങ്ങനെയാ വരിക, ആൻഡ് അവരുടെ വാലൻസി എന്താ, ചാർജ് എന്താന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് ഇന്നിരുന്ന് പഠിക്കാം, കുറച്ച് പേർക്ക് നാളെ ഇരുന്ന് പഠിക്കാം. ഓക്കെ, ഡോണ്ട് വറി, നമ്മൾ പഠിച്ചിട്ടേ പോവുള്ളൂ. ഓക്കെ, യെസ്, ഇവർ കുറച്ച് പോളിയാറ്റോമിക് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെയും കൂടെ 3 ബോക്സുകളാണ്. നമുക്കിത് പഠിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കെമിക്കൽ ഫോർമുല എഴുതാൻ പറ്റുള്ളൂ അല്ലേ? ഇത് പഠിച്ചാലേ കെമിക്കൽ ഫോർമുല എഴുതാൻ പറ്റുള്ളൂ. കെമിക്കൽ ഫോർമുലയിൽ നിന്ന് എന്തായാലും ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, പേപ്പറിൽ ഉറപ്പായിട്ടുണ്ടായിരിക്കും. സോ ഇത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് ഇങ്ങനെ പറഞ്ഞു തരേണ്ട കാര്യമല്ല, ഇത് നിങ്ങൾ മൈൻഡിൽ എടുക്കുന്ന മീൻസ് എടുത്ത് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്.
ഇത് മാറിപ്പോവില്ല. ഇതിപ്പോ കോൺസ്റ്റന്റ് ആണ്, ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും തരാം. ആൻഡ് ഇതിന്റെ ഇടയിൽ വാലൻസിയും ചാർജ് ഒന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ തരില്ല കേട്ടോ. ജസ്റ്റ് ആ പേര് മാത്രം അമോണിയം എന്ന് മാത്രമേ ചിലപ്പോൾ തരുള്ളൂ. ആൻഡ് തിരിച്ചും NH4 എന്ന് കാണുമ്പോൾ അത് അമോണിയം ആണെന്നും കണ്ടുപിടിക്കാൻ പറ്റണം. അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചു വെക്കണം. ഒരു രീതി മാത്രം പോരാ, തിരിച്ചും ഓർത്തു വെക്കുക. യെസ്, CO3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കാർബണേറ്റ് എന്ന് വേണം പറയാൻ. SO4 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സൾഫേറ്റ് എന്ന് വേണം പറയാൻ. ഓക്കെ, ആ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ SO4 ആണെന്നും SO4 എന്ന് പറഞ്ഞാൽ സൾഫേറ്റ് ആണെന്ന് പറഞ്ഞിരിക്കണം. യെസ്, കിട്ടിയല്ലോ. ഈ 3 ബോക്സുകളും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, അടുത്തത് യെസ് എന്താണ്? റാഡിക്കൽസ്. ഇതല്ലടാ, റാഡിക്കൽസ് ഇതല്ല. ഓക്കെ, ഇത് അയോൺസ് ആണ്. റാഡിക്കൽസ് വേറെയാ, CH3 വരുന്ന അത് വേണ്ട. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു? റാഡിക്കൽസ് എന്നൊക്കെ എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. യെസ്, അപ്പോ ഇതിൽ ഒരെണ്ണം നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഹൈഡ്രജൻ ക്ലോറൈഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞതാ, ഹൈഡ്രജൻ സൾഫൈഡിലാണല്ലോ ഒരു ഇത് വന്നത്. എങ്ങനെയായിരിക്കും ഇത് വരിക എന്നുള്ളൊരു കാര്യം കൂടെ ചെയ്ത് നോക്കാം. യെസ്, ആര് പറഞ്ഞുതരും? വൈഷ്ണവ്. ഓർമ്മ വരുന്നുണ്ടോ നോക്കാം നമുക്ക്. ഒരു എക്സാമ്പിൾ ചെയ്താൽ മതി. ഹൈഡ്രജൻ H ആണ് അല്ലെ, സൾഫൈഡ് ഓർമ്മയുണ്ടോ നിനക്ക്? ഓർമ്മയില്ല. ഓക്കെ, S2 മൈനസ് ആണെന്ന് വിചാരിക്കട്ടോ. ഞാൻ തന്നെ പറഞ്ഞുതരാം. സൾഫൈഡ് S2 മൈനസ് ആണ്. ഹൈഡ്രജൻ +1 ആണ് കേട്ടോ. മീൻസ് ഹൈഡ്രജൻ H+ എന്നാ പറയാം. ഓക്കെ, ആൻഡ് ഇതിന്റെ ബാലൻസ് നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? യെസ്, ആര് പറഞ്ഞു തരും? അഞ്ജലി. യെസ്, എങ്ങനെയാ ബാലൻസ് വരാടാ? മറന്നുപോയി. ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ഒന്ന് നോക്കിക്കോ മക്കളെ. ബാലൻസി എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലുള്ള ചാർജ് നിങ്ങൾക്ക് നോക്കാം. ചാർജ് എഴുതണമെങ്കിൽ ഓൾറെഡി നമ്മൾ ഈ പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഹൈഡ്രജൻ കണ്ട H+ ആണ്, സൾഫൈഡിന് പറഞ്ഞാൽ S2 മൈനസ് ആണ്. നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അത് ആ സ്റ്റെപ്പ് എഴുതാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചാർജ് നോക്കുക. അതായത് +1 ആണ് അതിനർത്ഥം. അതായത് നമ്പർ ഇല്ല, ദാറ്റ് മീൻസ് 1 ആയിരിക്കും. ഓക്കെ, ഒരു പ്ലസ്സേ ഉള്ളൂ, സിംഗിൾ പ്ലസ് ആണ്, ദാറ്റ് മീൻസ് 1 ആയിരിക്കും. ആൻഡ് ഇതിൽ എന്താ വരിക? 2 ആയിരിക്കും വരിക. ഇവിടെ എഴുതുമ്പോൾ ചാർജ് എടുത്ത് എഴുതരുത്. ഈ സ്റ്റെപ്പ് ഓക്കെ ആണോ? ജസ്റ്റ് അതിന്റെ മുകളിലുള്ള നമ്പർ എടുത്ത് താഴെ എഴുതുന്നു. നമ്പർ ഇല്ല, ദാറ്റ് മീൻസ് 1. ഓക്കെ, കിട്ടിയോ? യെസ്, അടുത്തത് നമ്മൾ ചെയ്യാറ് ഇതിനെ രണ്ടിനെയും എന്ത് ചെയ്യും? ക്രോസ് ചെയ്യും. ഓക്കെ, പരസ്പരം ക്രോസ് ചെയ്യും. ദാറ്റ് മീൻസ് ഹൈഡ്രജൻ അപ്പം ആരെ കിട്ടും? ഹൈഡ്രജന്റെ താഴെ 2 വരും, സൾഫറിന്റെ താഴെ S വരും. ഓക്കെ, വന്നോ? ഓർമ്മ വന്നോ? കിട്ടിയോ? ഇപ്പൊ കിട്ടിയോ? യെസ്, എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടായി? കുറച്ച് പേർക്കൊക്കെ കിട്ടിയത് പറയുന്നു. യെസ്, എന്നാ കിട്ടിയ ഒരാളെ കൊണ്ട് ചോദിക്കാം. എന്തായാലും നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. അമീർ പറഞ്ഞു കൊടുത്തേ. കാൽഷ്യം ഓക്സൈഡ്. കാൽഷ്യം Ca 2+. നമ്മൾ ആ ബോക്സ് പഠിക്കണം. യെസ്, ഓക്സൈഡ് O2 മൈനസ്. വെരി ഗുഡ്. യെസ്, അപ്പൊ ഇനി എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞു. വെരി ഗുഡ്. യെസ്, ഇവിടെ വാലൻസി 2 വരും. ഞാൻ ഓർഡറിൽ പറഞ്ഞു പോവാം എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് പറയാൻ പറ്റുന്നവരുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, 2 വരും. വാലൻസി ഓക്സിജനും 2 വരും. കാരണം മുകളിലുള്ള നമ്പർ നോക്കുക, ഏറ്റവും ടോപ്പിലുള്ള നമ്പർ നോക്കുക, അതിന്റെ നമ്പർ മാത്രം എഴുതുക, ചാർജ് എഴുതരുത്. എപ്പോഴും പറയണ കാര്യമാണ്. എന്നിട്ട് ഇതൊക്കെ തെറ്റിച്ചു വെക്കണം കേട്ടോ. യെസ്, എന്നിട്ട് CAയും Oയും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് ചെയ്യുന്നു. ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്. ആൻഡ് CAയുടെ താഴെ എന്ത് ചെയ്തേക്കുക? പിന്നെ ഇനി ചാർജും കൊണ്ടുവരരുത്. Ca2+ ആണെന്നും പറഞ്ഞ് Ca2+നെയും കൊണ്ടുവരരുത്. താഴത്തോട്ട് വരുമ്പോൾ ജസ്റ്റ് ആ നമ്പേഴ്സ് മാത്രം എഴുതി വെക്കുക. ഓക്കെ, ഇങ്ങനെ വന്ന് എന്ത് ചെയ്യും? രണ്ടും കോമൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു? /2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. അല്ലെ, രണ്ടും കോമൺ ആണെങ്കിൽ നമുക്ക് തട്ടിക്കളയാം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? രണ്ടും കോമൺ ആണെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടും CaO. കിട്ടിയോ മക്കളെ? യെസ്, അപ്പൊ ഇത് നമുക്കിന്ന് ചെയ്ത് നോക്കാം. കുറച്ച് പ്രോബ്ലംസ് ഇന്ന് നാളെയൊക്കെ ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതുകൊണ്ട് പേടിക്കണ്ട. ആൻഡ് പിന്നെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണതും ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന. മോളിക്കുലാർ മാസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? അതാര് പറഞ്ഞുതരും? വിധുൻ ആണല്ലേ? സോറി, വിധുൻ പറ. ഓക്കെ, എങ്ങനെയാ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത് ഓർമ്മയുണ്ടോ? ആണോ? മറ്റേതാണ് പറയാൻ വന്നത്. എന്നാലും ഒന്ന് ഇതൊന്ന് പറഞ്ഞു നോക്കിയേ. H2O മോളിക്കുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? H-ന്റെ 1 ആണ്. O-ന്റെ 16 ആണ്. വേറെ പ്ലസ് ചെയ്ത് 17 ആണ് ആൻസർ എന്നാണ് ഉദ്ദേശിച്ചത്.
അല്ല എന്തോ ചെയ്യും ഞങ്ങൾ. ഓക്കെ, ഞാൻ ഓർമ്മിപ്പിക്കാടാ. യെസ് യെസ്, ആര് പറഞ്ഞുതരും? ഇതുവരെ വളരെ ശരിയാണ് കിട്ടുന്നത് കേട്ടാ. യെസ്, എന്നിട്ട് എന്തോ ഒരു സാധനം അഡീഷണൽ ചെയ്യുന്നുണ്ട്. 17 അല്ല ആൻസർ. യെസ്, ആർക്കെങ്കിലും അറിയോ? സിയക്ക് അറിയോ? ഓക്കെ, അപ്പം വിധുൻ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ടടാ. അപ്പൊ 2 കൊണ്ട് ചെയ്യുന്ന കിട്ടാത്തവര് ഒരുപാട് പേരിട്ടോ. വിധുന് ഞാൻ റെപ്രസെന്റ് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, 2 ഇൻറ്റു ചെയ്യണം. അതായത് 2 ഹൈഡ്രജൻ ഉണ്ട്, ഒരു സിംഗിൾ ഹൈഡ്രജൻ അല്ല അവിടെ കിടക്കുന്നത്. സോ ദാറ്റ് 2 ഇൻറ്റു 1 ചെയ്യണം, പ്ലസ് 16 ചെയ്യണം. ദാറ്റ് മീൻസ് 2 + 16 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 18 കിട്ടും. ആൻഡ് വിത്ത് യൂണിറ്റ് എഴുതാൻ നോക്കാം മക്കളെ. യു, അറ്റോമിക് മാസ് യൂണിറ്റ് യു ആണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. വെറുതെ 18 എഴുതി വെക്കാതെ 18 യു ഒന്നും കൂടി അഡീഷണലി പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു കോമ്പോസിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ ചുറ്റുവോ പോലുള്ള ഒരു കോമ്പോസിഷൻ കെമിക്കൽ ഫോമുല നിങ്ങൾക്ക് തരുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര നമ്പേഴ്സ് ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്ന് നോക്കുക ആൻഡ് അതിനെ സം ചെയ്ത് വെക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, സം ഓഫ് ദ അറ്റോമിക് മാസസ് ഓഫ് ഓൾ ദ ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ഓഫ് ദി സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എല്ലാ ആറ്റംസ്, ഒരു മോളിക്യൂൾ ഇപ്പൊ ചുറ്റുവോ ഒരു മോളിക്യൂൾ ആണ്, അതിലെല്ലാ ആറ്റംസും എത്ര നമ്പേഴ്സ് വെച്ചിട്ടുണ്ടെന്ന് നോക്കുക. ഹൈഡ്രജൻ ഇപ്പൊ 2 ഉണ്ടെങ്കിൽ 2 ഇൻറ്റു ചെയ്യുക, 3 ഉണ്ടെന്നുണ്ടെങ്കിൽ 3 ഇൻറ്റു ചെയ്യുക. അങ്ങനെ ക്ലിയർ ആയിട്ട് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കിട്ടിയല്ലോ? യെസ്. നെക്സ്റ്റ് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നത് ഇപ്പൊ നമ്മൾ ചെയ്തു. ഇനി ഫോർമുല യൂണിറ്റ് മാസ് എന്ന് പറഞ്ഞാൽ സിമിലർ ടു ഫോർമുല എന്നാണ്. പക്ഷെ ഇതിൽ ഞാൻ പറഞ്ഞത് ആകെ ആ ഒരു സെന്റൻസ് പഠിക്കുമ്പോൾ ഫോർമുല യൂണിറ്റ് എന്ന് ചേർക്കാമെന്ന് മതി. അതായത് കോമ്പൗണ്ട് നോർമലി തരാതെ ഫോർമുല യൂണിറ്റ് എന്ന് ചേർത്താൽ മാത്രം മതി. വേറെ ഇഷ്യൂ ഒന്നുമില്ല. ആൻഡ് പ്രോബ്ലം ചെയ്യുമ്പോഴും ഫോർമുല യൂണിറ്റ് മാസ് എന്ന് വേണം ഫൈനൽ എഴുതാൻ. ഓക്കെ, സെയിം തന്നെയായിരിക്കും. ഓക്കെ, സെയിം തന്നെയാണ്. അതിന്റെ ബിഹൈൻഡ് റീസൺസ് എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ അയോണിക് കോമ്പൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണ്ടാത്തോണ്ടാണ് പറയുന്നത്. എന്താണ് ഈ ഫോർമുല യൂണിറ്റ് മാസും മോളിക്കുലർ മാസും സെയിം തന്നെയാണെന്ന് വിചാരിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, അതിൽ എന്ത് വരും? ഫോർമുല യൂണിറ്റ് മാസ് ഓഫ് ദ കോമ്പൗണ്ട് എന്ന് വേണം കണ്ടുപിടിക്കാൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ NaCl ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോബ്ലം ചെയ്യുമ്പോൾ മോളിക്കുലർ മാസ് എഴുതിയാൽ പോരാ, ഫോർമുല യൂണിറ്റ് മാസ് ഓഫ് NO യൂണിറ്റ് അങ്ങനെ വേണം പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്യണം. അതിനായിരിക്കും മാർക്ക്. ഫോർമുല യൂണിറ്റ് മാസ് ഓഫ് NaCl ഇങ്ങനെ വേണം പ്രോബ്ലം ചെയ്യാൻ. കാരണം നേരത്തെ പറഞ്ഞ പോലെ മോളിക്കുലർ മാസ് ഓഫ് NaCl എന്ന് എഴുതിയ കാര്യമില്ല. കാരണം ചോദ്യം ഇതായിരിക്കും, ഫോർമുല യൂണിറ്റ് മാസ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. സോ ആൻസർ ഷുഡ് ബി ലൈക്ക് ദിസ്. ഓക്കെ, കിട്ടിയോ? യെസ്, NAയുടെ വരുന്നത് അബൌട്ട് 23 ആയിരിക്കും. ആൻഡ് CLന്റെ വരുന്നത് 35.5 വരും. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. ആൻഡ് പ്ലസ് ചെയ്യും വിത്ത് യു എന്ന് പറഞ്ഞിട്ടായിരിക്കും ആൻസർ ചെയ്യുക. അല്ലേ? 58.5 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? കിട്ടിയല്ലോ? സെയിം മെത്തേഡ് തന്നെയാണ് യൂണിറ്റ് മാസ്. ഫോർമുല യൂണിറ്റ് ആയാലും മോളിക്കുലർ മാസ് ആണെങ്കിലും ആകെ ഈ പറഞ്ഞത് മാത്രമേ മാറ്റുള്ളൂ. ഇത് കിട്ടിയോ മക്കളെ? ഇക്വേഷനിൽ മാത്രമേ മാറ്റുള്ളൂ. ഓക്കെ, ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇനി ഡൗട്ട്സ്? പറഞ്ഞത് രണ്ടെങ്കിലും കിട്ടിയോ എന്ന് വിചാരിക്കുന്നു. കിട്ടി, ഞങ്ങൾക്കെല്ലാം കിട്ടി. സിയ, എന്താണ് കൺഫ്യൂഷൻ? മാം, മോളിക്കുലർ മാസിൽ ഗ്രാമാണല്ലോ വരുന്നത്. മോളിക്കുലാർ മാസ്. ഓക്കെ, മോളിക്കുലാർ മാസ് യുയിലായാലും ഗ്രാമിലായാലും ക്വസ്റ്റ്യൻ നോക്കി ചെയ്താൽ മതി. അതായത് ഇപ്പൊ 12 ഗ്രാം എന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വന്നെങ്കിൽ ഗ്രാം എടുത്ത് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞത് യുയിൽ വെച്ചിട്ടാണെങ്കിൽ യുയിൽ വെച്ച് ചെയ്താൽ മതി. അപ്പൊ എന്തായാലും അറ്റോമിക് മാസ് തരും നിങ്ങൾക്ക്. എല്ലാത്തിലും തരണം എന്നില്ല, തരുവാണെങ്കിൽ. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് അത് കഴിഞ്ഞ് പിന്നെ ഇതൊരു പ്രോബ്ലം ചെയ്തതായിരുന്നു സിങ്കിന്റെ ഒക്കെ. യെസ്, പിന്നെ ഇത് നോക്കിയേ, ഇതൊരു പ്രോബ്ലം നമ്മുടെ കൺസർവേഷൻ ഓഫ് മാസിൽ നിന്ന് വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം, കാരണം ചാപ്റ്റർ കഴിഞ്ഞു. യെസ്, ഇത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ചെയ്യുന്നു ഇൻ ദ റേഷ്യോ 1:8 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് വാട്ട് മാസ് ഓഫ് ഓക്സിജൻ ഗ്യാസ് വുഡ് ബി റിക്വയർഡ് ടു റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് 3 gram ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. ഇത്രേ ഉള്ളൂ, ചാപ്റ്റർ തീർന്നു. ആര് പറഞ്ഞു തരും? അല്ലേ? യെസ്, എങ്ങനെ കിട്ടുമോടാ? 1:8 ആണ് നമ്മുടെ റേഷ്യോ. വെരി ഗുഡ്. യെസ്, അടിപൊളിയാടാ, സൂപ്പർ. യെസ്, അപ്പോൾ ക്ലിയർ ആവാത്തവർക്ക് ഒന്നുകൂടെ പറയാം. നമ്മൾ എന്ത് ചെയ്യാം? ഹൈഡ്രജന്റെ റേഷ്യോ ആൻഡ് ഓക്സിജന്റെ റേഷ്യോ ഇങ്ങനെ തന്നെ എടുത്ത് എഴുതാം. H:8 എന്ന് എഴുതാം, 1:8 എന്ന് എഴുതാം. ആൻഡ് അതിൽ ഹൈഡ്രജൻ 1 ആണ് ആൻഡ് ഓക്സിജൻ 8 ആണെന്ന് കിട്ടി. റേഷ്യോ നിങ്ങൾക്ക് കിട്ടി. എല്ലാത്തിനും റേഷ്യോ കിട്ടണം എന്നില്ല, റേഷ്യോ കണ്ടുപിടിക്കാൻ പഠിക്കണം.
യെസ്. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 3 gram ആണ് ഹൈഡ്രജൻ എന്ന് തന്നു. ഓക്കെ, 3 gram. 1-ന് എങ്ങനെയാ 3 ആവുക? 1 3 ആവണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻറ്റു 3 ചെയ്യണം അല്ലേ? 1 3 ആവണമെന്നുണ്ടെങ്കിൽ ഇൻറ്റു 3 ചെയ്യണം. ദാറ്റ് മീൻസ് ഇവിടെ 3 കിട്ടി. അപ്പൊ ഞാൻ ഇക്വേഷന്റെ ഈ ഒരു സൈഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ 8ന്റെ സൈഡിലും 3 ചെയ്യണം. അത് ആലോചിച്ചാൽ മതി. ദാറ്റ് മീൻസ് നമുക്ക് 24 കിട്ടും അല്ലെ? 3:24 കിട്ടും. അതിൻ്റെ അടുത്ത് എഴുതുക 24 gram. ഓക്കെ ആണല്ലോ? റിക്വയർഡ് മാസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ഇസ് ഈക്വൽ ടു 24 gram. അതാണ് പറയുന്നത്. ഇവിടെ ഗ്രാമിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഗ്രാമിൽ എഴുതുക, യുയിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ യുയിലാണ് വേണം ആൻസർ ചെയ്യാം. ഓക്കെ, ഇതിലൊക്കെ ഗ്രാം ആയിരിക്കും. ഇത്രയും ക്ലിയർ ആണല്ലോ ചാപ്റ്റർ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. പിന്നെ ഇതിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഇതേപോലെ തന്നെ വരുന്നത്, ഇതിൽ നിന്ന് ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഫീൽഡ് ഈ പറഞ്ഞ പോലെ കാർബൺ പ്ലസ് ഓക്സിജൻ ഗിവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ഭാഗത്തുനിന്നും വരാറുണ്ട്. എബൌട്ട് ഒരു 12 gram ഉണ്ട്, ഓക്സിജൻ ഒരു 4 gram ഉണ്ട് എന്നുണ്ടെങ്കിൽ CO2 എത്ര ഗ്രാം വരും എന്നൊക്കെ. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ആൻസർ ചെയ്തു നോക്കാം. ഓക്കെ, യെസ്. ഇതിന്റെ ആൻസർ ഒന്ന് ആരെങ്കിലും പറഞ്ഞുതരോ? ഇഷൽ. യെസ്, എന്റെ ആൻസർ കിട്ടോടാ. ഇപ്പൊ കാർബൺ 12 gram ഉണ്ട്, ഓക്സിജൻ 4 gram ആണ് ഉള്ളത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എത്ര കിട്ടും? 3 അല്ലടാ, ഇത് പ്ലസ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇതിലേ കിടക്കൂലേ? പ്ലസ് ചെയ്ത് ആൻസർ എഴുതി വെച്ചാൽ മതി കേട്ടോ. യെസ്, അത്രേ ഉള്ളൂ. അതൊന്ന് ഓർമ്മിപ്പിക്കാം, ഇതും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, ജസ്റ്റ് പ്ലസ് ചെയ്ത് എഴുതാൽ മതി ഇങ്ങനത്തെ ആൻസേഴ്സ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ചാപ്റ്ററിലുള്ളത്. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും അഡീഷണൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓൾറെഡി പഠിക്കുമ്പോൾ ഓക്കെ, ഇന്നിരുന്ന് പഠിക്കുമല്ലോ, അപ്പൊ ക്ലിയർ ചെയ്യാം. ഇപ്പൊ ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. അപ്പോൾ ചാറ്റ.